ഈ താഴെ ഫോട്ടോയിൽ കാണുന്ന ഉസ്താദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഇന്ന് പുഴയിൽ നിന്ന് ഡെഡ് ബോഡി കിട്ടിയ ഉസ്താദാണ്. ഈ ഉസ്താദ് മരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ലോൺ എടുത്തുകൊണ്ട് ഉസ്താദ് എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പലരും ചോദിക്കുകയാണെങ്കിൽ ഒറ്റൊരു വാക്ക് മാത്രമേ ഉള്ളൂ. 2018 ഉസ്താദ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു 6 ലക്ഷം രൂപ. എടുത്തിട്ട് 2026 വരെ കെട്ടിയിട്ടും ബാങ്കിലേക്ക് പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ എത്രയാണോ എടുത്തത് അത്ര തന്നെ വീണ്ടും കെട്ടാനുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 2 കാര്യം ചോദിക്കാനുണ്ട്. പ്രിയപ്പെട്ട ഗവൺമെൻറ്റിനോടാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ട പോലീസുകാർ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഗവൺമെൻറ്, ഇതിനെ ബാങ്കിൽ നിന്ന് ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് അന്വേഷിക്കൽ നിങ്ങളുടെയും കൂടി കടമയാണ്. നിങ്ങൾ അന്വേഷിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. പിന്നീട് ഒരു കാര്യം, ലോണ്. ആ ഉസ്താദ് ലോൺ എടുക്കാനുണ്ടായ കാരണം എന്താണ്? പലപ്പോഴും പറയാറുണ്ട് ഉസ്താദുമാരൊക്കെ ലോണിൻ്റെ വിഷയത്തിൽ കുറച്ച് ബാക്കോട്ടാണ്. എല്ലാവരെയും ഞാൻ പറയല്ല, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷെ ലോൺ എടുക്കുന്നതൊക്കെ ഇസ്ലാമികപരമായിട്ട് ഹറാമായ കാര്യം തന്നെയാണ്. പക്ഷേ ഉസ്താദ് ലോൺ എടുക്കാനുണ്ടായ സാഹചര്യം ഉസ്താദിൻ്റെ സാലറിയാണ്. അതിൽ ഉസ്താദ് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾക്കാൻ സാധിച്ചു. ഞാൻ 11,000 രൂപയ്ക്ക് ജോലി എടുക്കുന്ന ഉസ്താദാണ്. ഞാൻ അങ്ങനെ എടുക്കണ്ടെന്ന് കുറേ നോക്കിയതാണ്. പക്ഷെ എൻ്റെ വീടിൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എടുത്തതാണ്. പക്ഷെ 2026 ആയിട്ടും ഞാനിപ്പോൾ എത്രയാണ് ലോൺ എടുത്തത് അത്ര വീണ്ടും കെട്ടാനുണ്ടെന്നുള്ള സാഹചര്യം ഉസ്താദിൻ്റെ വോയിസിലൂടെ കേൾക്കാൻ സാധിച്ചു. പ്രിയപ്പെട്ട മഹല്ല് കമ്മിറ്റി നിവാസികളോട്, എല്ലാ മഹല്ല് കമ്മിറ്റിനോടും ബഹുമാനം തന്നെയാണ്. പക്ഷെ കാര്യം പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദ്, നമ്മുടെ മഹല്ലിൽ നമുക്ക് വേണ്ടി ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദ്, നമുക്ക് വേണ്ടി ബാങ്ക് വിളിക്കുന്ന ഉസ്താദന്മാർ, അവർക്കൊക്കെ ഗൾഫിൽ പോയിട്ട് ധാരാളം ജോലി ചെയ്ത് വലിയ സാലറിക്കൊക്കെ നിൽക്കാൻ പറ്റിയ കഴിവുള്ള ഉസ്താദന്മാർ തന്നെയാണ് പലരും. ഇക്കാലഘട്ടത്തിലുള്ള ഉസ്താദന്മാരെല്ലാം ഒന്നും കൂടി അപ്ഡേറ്റ് ആയ ഉസ്താദന്മാരാണ്. പക്ഷെ പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ച ഇൽമ ഒരിക്കലും പാഴായി പോകരുത് എന്ന് ചിന്തിച്ചിട്ട് ഉസ്താദന്മാരൊക്കെ പ്രവാസ ലോകം എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ വിട്ടിട്ട് ഈ നാടുകളിൽ തന്നെ ജോലി എടുക്കുന്നുണ്ട്. ലീവ് അവരനുയോജ്യമായ അനുവദിക്കപ്പെട്ട ലീവ് പോലും കണക്കിനെടുത്തുകൊണ്ട് ലീവ് പോലും ആക്കാതെ ഉസ്താദന്മാർ പള്ളിയിൽ നിന്ന് ജോലി എടുക്കുന്നുണ്ട്. പക്ഷെ ആ ഉസ്താദിൻ്റെ മരണത്തിന് കാരണമായത് ലോണാണ്. ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഉസ്താദിൻ്റെ സാലറിയാണ്. 11,000 രൂപക്ക് ആ ഉസ്താദ് ജോലി എടുക്കുന്നുണ്ടായിരുന്നു. 11,000 രൂപക്ക് ജോലി എടുത്താൽ എന്താണ് ആ പൈസ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക? നമുക്കെല്ലാവർക്കും ചിന്തിക്കാം അപ്പുറമാണ്. കാരണം ഒരു ബാഗ് വാങ്ങിയാൽ, ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങുന്ന സാഹചര്യമാണ്, സ്കൂളൊക്കെ പോകുന്ന കുട്ടികൾ ഒരു ബാഗ് വാങ്ങിയാൽ, അല്ല വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വന്നാൽ ഒരു കോഴിയോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ 500-600 രൂപയൊക്കെയാണ്. ഉസ്താദിൻ്റെ ദിവസേന ശമ്പളം ഒരു 300-350 രൂപയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ബേക്കിൽ ഉസ്താദ് മരിക്കാൻ കാരണമായ ബാങ്ക് അതിൻ്റെ ബേക്കിൽ ഗവൺമെൻറ് നിയമം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട മഹല്ല് കമ്മിറ്റി നിവാസികൾ, ഒരു 20 രൂപ അല്ലെങ്കിൽ 25 രൂപ സാലറി ഒരു മാസം ഒരു ഉസ്താദിന് കൊടുത്താൽ പ്രയാസത്തിലാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഉസ്താദിൻ്റെ കുടുംബം പോലും നോക്കണമല്ലോ. നമ്മൾ ഉസ്താദിൻ്റെ കുടുംബത്തിന് കൊടുക്കുന്ന തുച്ഛമായ കാശ് കൊണ്ട് ആ ഉസ്താദ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും എത്രത്തോളം സങ്കടം പെട്ടിട്ടാണ് ആ ഉസ്താദ്മാർ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാലഘട്ടം ഇപ്പോൾ കുറേ അപ്ഡേറ്റ് ആയ ഉസ്താദ്മാരൊക്കെ ഉണ്ട്. അവർക്ക് ഗൾഫ് പ്രവാസ ലോകം എന്നുള്ള ചിന്തകളൊക്കെ മറന്നിട്ട് ഇന്നും പള്ളിയിൽ നിന്നിട്ട് മദ്രസ അല്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദ് ഖത്തീബ് മുഅദ്ദിനായിട്ട് നിൽക്കുന്ന ഉസ്താദ്മാരുടെ നിങ്ങളെ നാട്ടിലുള്ള സാലറി, നിങ്ങളെ നാട്ടിൽ നിങ്ങൾ ഉസ്താദുമാർ കൊടുക്കുന്ന സാലറി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എത്രയാണ്. അതിന് പുറമെ ഇതിനൊക്കെ ഉസ്താദ് ഇങ്ങനെ ചിന്തിക്കാനൊക്കെ കാരണം ചിലപ്പോൾ മഹല്ല് കമ്മിറ്റി ആയിരിക്കണം എന്നാണ് പലപ്പോഴും തോന്നിപ്പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ 2 ഉസ്താദന്മാരോ 3 ഉസ്താദന്മാരോ ഉണ്ടാവും. നമ്മുടെ മഹല്ലിൽ ഒരു 600-700 ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ 60-70 വീട്ടുകാരുണ്ടാകാം. എന്നിരുന്നാലും ഒരു വീട്ടിൽ നിന്ന് ചെറിയൊരു തുക എടുത്തു വെച്ചാൽ നമ്മുടെ മക്കൾക്ക് ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരല്ലേ, അല്ലെങ്കിൽ നമ്മളെ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്ന ഉസ്താദന്മാരല്ലേ, അല്ലെങ്കിൽ നമുക്ക് നന്മ പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഉസ്താദന്മാരല്ലേ, ഇവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കൈകോർത്ത് പിടിച്ചാൽ മാസത്തിൽ ഒരു മുഅദ്ദിന് 20 റുപ്യ, ഖത്തീബിന് 25 റുപ്യ എന്നുള്ള ചെറിയ രീതിയിലുള്ള സാലറിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെയെങ്കിലും കൊടുക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉസ്താദുമാരുടെ സങ്കടങ്ങൾ മാറ്റാൻ നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്.